സ്നേഹം താൻ ശക്തി. നിത്യചൈതന്യയതി. നിത്യചൈതന്യയതിയെക്കുറിച്ച് നോക്കാം. 1924 നവംബർ 2-ാം തീയതി പത്തനംതിട്ട ജില്ലയിലെ മുറിഞ്ഞക്കല്ലിൽ അഥവാ വാകയാറിൽ ജനിച്ചു. ജയചന്ദ്രൻ എന്നായിരുന്നു ആദ്യത്തെ പേര്. സന്യാസം സ്വീകരിച്ചപ്പോൾ പേര് നിത്യചൈതന്യയതി എന്നാക്കി. അധ്യാപകനായിരുന്നു. പരിവർത്തനോന്മുഖ വിദ്യാഭ്യാസം, സത്യത്തിൻ്റെ മുഖങ്ങൾ, ഭാരതീയ മനഃശാസ്ത്രത്തിന് ഒരാമുഖം, നളിനി എന്ന കാവ്യശില്പം, ജാതിമതം ദൈവം, യതിചര്യ, മനഃശാസ്ത്രം ജീവിതത്തിൽ തുടങ്ങി നിരവധി കൃതികൾ രചിച്ചു. കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 1999 മെയ് 14 അന്തരിച്ചു. സ്നേഹം താൻ ശക്തി. കുട്ടൻ 8 വയസ്സ്, ലൈലയ്ക്ക് 6 വയസ്സ്. സ്കൂളിന് കുറേ ദിവസത്തേക്ക് തുറക്കുകയില്ല. അതുകൊണ്ട് കളിക്കുകയാണ് മുറ്റത്ത്. വെയിൽ പോയി തുടങ്ങി. അവർ തുള്ളിച്ചാടി കളിച്ചു നടക്കുന്നതിനിടയ്ക്ക് ഒരു മൈന വന്നിരുന്നു. ഒരിക്കലും ഒരു പക്ഷി പേടിയില്ലാതെ ഇത്ര അടുത്തു വന്നിരിക്കുന്നത് കുട്ടൻ കണ്ടിട്ടില്ല. അവന് തോന്നി പതുക്കെ അടുത്തു ചെന്നാൽ അതിനെ കയ്യിലെടുക്കാമെന്ന്. എന്നാൽ ആ മൈന ഒരു സൂത്രക്കാരനായിരുന്നു. കുട്ടൻ തൊട്ടു തൊട്ടില്ല എന്ന് വന്നപ്പോൾ മനുഷ്യർ ചിരിക്കുന്ന സ്വരത്തിൽ മൈന ഒച്ചയുണ്ടാക്കിക്കൊണ്ട് മുറ്റത്തിൻ്റെ വടക്കേ അരികിൽ നിന്നിരുന്ന മാവിൻ്റെ കൊമ്പത്ത് പറന്നുപറ്റി. അതുകണ്ട് കുറച്ച് ക്ഷുഭിതനായി കുട്ടൻ മുറിയിലേക്ക് ഓടിപ്പോയി. മടങ്ങി വന്നത് തൻ്റെ പ്രിയപ്പെട്ട തെറ്റാലിയുമായിട്ടാണ്. അതിലൊരു ചെറിയ കല്ലെടുത്ത് വെച്ച് മൈനയുടെ നേർക്ക് ലാക്കു നോക്കുന്നത് കണ്ട് ലൈല പറഞ്ഞു, ചേട്ടാ, പാവം മൈന, എന്തിനാണ് അതിനെ കൊല്ലുന്നത്? ലൈല പറഞ്ഞതിൻ്റെ അർത്ഥം നല്ലതുപോലെ മനസ്സിലായിട്ടെന്നതുപോലെ ആ കിളി ഈണത്തിലൊരു പാട്ടുപാടി. ആ പാട്ടിൻ്റെ മാധുര്യം അസാധാരണമായിരുന്നു. അതിൻ്റെ അനുബന്ധം പോലെ ലൈല പറഞ്ഞു, ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നല്ലേ ഇന്നലെ രാത്രി അമ്മ നമ്മോട് പറഞ്ഞത്? എറുമ്പാണെങ്കിൽ കടിക്കുകയെങ്കിലും ചെയ്യൂ. കേൾക്കൂ ആ മൈനയുടെ പാട്ട്. എനിക്കതിനൊരു ഉമ്മ കൊടുക്കാൻ തോന്നുന്നു. എന്തോ അബദ്ധം ചെയ്യുവാൻ തുടങ്ങിയവനെ പോലെ കുട്ടൻ അവൻ്റെ കയ്യിലിരുന്ന തെറ്റാലിയും കല്ലും തറയിലിട്ടു. പിന്നെ നടന്നത് ഒരു വലിയ അത്ഭുതമാണ്. മധുരമായി പാടിക്കൊണ്ട് മൈന മാവിൻ്റെ കൊമ്പിലിരിക്കുമ്പോൾ അതിലുണങ്ങിയും മുരടിച്ചു നിന്ന ഇലകളെല്ലാം ഒഴിഞ്ഞു താഴെ വീണു. അതിനു പകരം പട്ടുപോലെ മൃദുലമായ തളിരിലകൾ ആ കൊമ്പിലാകെ വന്നു നിറഞ്ഞു. മൈന ഓരോ കൊമ്പിലും മാറി മാറി ഇരുന്നു. ഉണങ്ങി മുരടിച്ചു വൃദ്ധയെപ്പോലെ നിന്ന ആ മാവ് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ നിറയെ മാവില കൊണ്ട് പൊതിഞ്ഞു. എന്നു മാത്രമല്ല, കൊമ്പിൻ്റെ അറ്റത്തെല്ലാം പൂക്കുലകളും കാണാറായി. ലൈല പറഞ്ഞു, ചേട്ടാ, ഇത് വെറും ഒരു മൈനയല്ല. നോക്കൂ, ക്രിസ്റ്റീനയുടെയും റഹ്മാൻ്റെയും വീട്ടുമുറ്റത്ത് എത്ര മാതിരി പഴച്ചെടികളും പൂച്ചെടികളുമാണുള്ളത്. നമുക്കാകെയുള്ളത് ഈ മാവാണ്. അതോ ഉണങ്ങി ഇലയെല്ലാം ഉരുണിപ്പോയത്. ഈ മൈന വന്ന് പാട്ടുപാടി ആ മരത്തെ പുതിയതാക്കിയിരിക്കുന്നു. നമുക്കും ഇങ്ങനെ പാടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. അവൾ അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ മൈന മനുഷ്യ ശബ്ദത്തിൽ ഒരു പാട്ടുകൂടി പാടി. സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃദ്ധി തേടുന്നു. സ്നേഹം താൻ ശക്തി ജഗത്തിൽ, സ്വയം സ്നേഹം താൻ ആനന്ദമാർക്കും. സ്നേഹം താൻ ജീവിതം ശ്രീമൻ, സ്നേഹ വ്യാഹതി തന്നെ മരണം. മൈന ഇങ്ങനെ വീണ്ടും വീണ്ടും പാടുന്നത് കേട്ടപ്പോൾ കുട്ടികൾക്ക് അത് പഠിക്കാൻ കഴിഞ്ഞു. പിന്നെ മുറ്റത്തും പുരയിടത്തിലും അവർ എവിടെ നിന്നെല്ലാം ഇത് പാടിയോ അവിടെ നിന്നെല്ലാം ഒരു മായാവിദ്യയിലെന്ന പോലെ നല്ല ശോഭയും മണവും തേനുമുള്ള പൂക്കളുതിർത്തുകൊണ്ട് ഓരോ ചെടി പ്രത്യക്ഷപ്പെട്ടു. ആ നാടു തന്നെ പാട്ടുകേട്ട് കുളിർത്തതുപോലെ, വസന്തത്തിലെന്നതുപോലെ അതീവ സുന്ദരമായി തീർന്നു. ഇനി ഇതിലെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസറുകളൊക്കെ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കാം. ഒന്നാമത്, കുട്ടൻ ക്ഷുഭിതനായത് എന്തുകൊണ്ട്? ക്ഷുഭിതൻ എന്ന് പറഞ്ഞാൽ എന്താ? കുട്ടൻ എന്താണ് ക്ഷുഭിതനായത് എന്ന് വെച്ചാൽ ദേഷ്യം പിടിക്കുക അല്ലേ? കുട്ടൻ ക്ഷുഭിതനായത് എന്തുകൊണ്ടായിരിക്കാം? കുട്ടനും കുട്ടൻ്റെ സഹോദരിയും കൂടി മുറ്റത്ത് കളിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? ആ സമയത്താണ് മുറ്റത്ത് കളിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടൻ്റെ അരികിൽ ഒരു മൈന വന്നിരുന്നു. കുട്ടൻ പിടിക്കാൻ ചെന്നപ്പോൾ അത് പറന്ന് അടുത്തുള്ള മാവിൻ കൊമ്പിലിരുന്നു. അതുകൊണ്ടാണ് കുട്ടൻ ക്ഷുഭിതനായത്. പിടിക്കാൻ ചെന്നപ്പോൾ മൈന പാറിപ്പോയില്ലേ? പാറിയിട്ട് അപ്പുറത്തുള്ള മാവിൻ കൊമ്പിലിരുന്നു. അത് കണ്ടിട്ടാണ് കുട്ടന് ക്ഷുഭിതനായത്, കുട്ടന് ദേഷ്യം വന്നത് കേട്ടോ. ഇനി ലൈലയ്ക്കും കുട്ടനും അമ്മ പകർന്നു കൊടുത്ത പാഠം എന്തായിരുന്നു?
ഒരു പീഡ എറുമ്പിനും വരുത്തരുത് എന്ന്, അതായത് ഒരു ഉറുമ്പിനെ പോലും നോവിക്കരുത് എന്നാണ് അമ്മ കുട്ടനും ലൈലയ്ക്കും പകർന്നു കൊടുത്ത പാഠം. മൈനയുടെ പാട്ട് കേട്ട് മരത്തിനുണ്ടായ മാറ്റം എന്താണ്? മൈനയുടെ പാട്ട് കേട്ട് എന്താ ഉണ്ടായെന്ന് നോക്കാം. മധുരമായി പാടിക്കൊണ്ട് മൈന എന്ത് ചെയ്തു? മാവിൻ കൊമ്പിലിരുന്നപ്പോൾ അതിലുണങ്ങിയും മുരടിച്ചും നിന്നിരുന്ന ഇലകളെല്ലാം പൊഴിഞ്ഞു താഴെ വീണുല്ലേ. അതിനു പകരം പട്ടുപോലെ മൃദുലമായ തളിരിലകൾ കൊമ്പിലാകെ വന്നു നിറഞ്ഞു. കൊമ്പിന്റെ അറ്റത്തെല്ലാം പൂക്കുലകളും ഉണ്ടായി. ഇനി മൈന മനുഷ്യ ശബ്ദത്തിൽ പാടിയ പാട്ട് ഏതാണ്? സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃദ്ധി തേടുന്നു, സ്നേഹത്താൻ ശക്തി ജഗത്തിൽ, സ്വയം സ്നേഹം താൻ ആനന്ദമാർക്കും, സ്നേഹം താൻ ജീവിതം ശ്രീമൻ, സ്നേഹ വ്യാഹതി തന്നെ മരണം. ഇതാണ് മൈന മനുഷ്യ ശബ്ദത്തിൽ പാടിയ പാട്ട്. ഇനി ഇതിലെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസറുകളൊക്കെ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കാം. ഒന്നാമത്, കുട്ടൻ ക്ഷുഭിതനായത് എന്തുകൊണ്ട്? ക്ഷുഭിതൻ എന്ന് പറഞ്ഞാൽ എന്താ? കുട്ടൻ എന്താണ് ക്ഷുഭിതനായത് എന്ന് വെച്ചാൽ ദേഷ്യം പിടിക്കുക അല്ലേ. കുട്ടൻ ക്ഷുഭിതനായത് എന്തുകൊണ്ടായിരിക്കാം? കുട്ടനും കുട്ടൻ്റെ സഹോദരിയും കൂടി മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. ആ സമയത്താണ് മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടൻ്റെ അരികിൽ ഒരു മൈന വന്നിരുന്നു. കുട്ടൻ പിടിക്കാൻ ചെന്നപ്പോൾ അത് പറന്ന് അടുത്തുള്ള മാവിൻ കൊമ്പിലിരുന്നു. അതുകൊണ്ടാണ് കുട്ടൻ ക്ഷുഭിതനായത്. പിടിക്കാൻ ചെന്നപ്പോൾ മൈന പാറിപ്പോയില്ലേ. പാറിയിട്ട് അപ്പുറത്തുള്ള മാവിൻ കൊമ്പിലിരുന്നു. അത് കണ്ടിട്ടാണ് കുട്ടന് ക്ഷുഭിതനായത്, കുട്ടന് ദേഷ്യം വന്നത് കേട്ടോ. ഇനി ലൈലയ്ക്കും കുട്ടനും അമ്മ പകർന്നു കൊടുത്ത പാഠം എന്തായിരുന്നു? ഒരു പീഡ എറുമ്പിനും വരുത്തരുത് എന്ന്, അതായത് ഒരു ഉറുമ്പിനെ പോലും നോവിക്കരുത് എന്നാണ് അമ്മ കുട്ടനും ലൈലയ്ക്കും പകർന്നു കൊടുത്ത പാഠം. മൈനയുടെ പാട്ട് കേട്ട് മരത്തിനുണ്ടായ മാറ്റം എന്താണ്? മൈനയുടെ പാട്ട് കേട്ട് എന്താ ഉണ്ടായെന്ന് നോക്കാം. മധുരമായി പാടിക്കൊണ്ട് മൈന എന്ത് ചെയ്തു? മാവിൻ കൊമ്പിലിരുന്നപ്പോൾ അതിലുണങ്ങിയും മുരടിച്ചും നിന്നിരുന്ന ഇലകളെല്ലാം പൊഴിഞ്ഞു താഴെ വീണുല്ലേ. അതിനു പകരം പട്ടുപോലെ മൃദുലമായ തളിരിലകൾ കൊമ്പിലാകെ വന്നു നിറഞ്ഞു. കൊമ്പിന്റെ അറ്റത്തെല്ലാം പൂക്കുലകളും ഉണ്ടായി. ഇനി മൈന മനുഷ്യ ശബ്ദത്തിൽ പാടിയ പാട്ട് ഏതാണ്? സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃദ്ധി തേടുന്നു, സ്നേഹത്താൻ ശക്തി ജഗത്തിൽ, സ്വയം സ്നേഹം താൻ ആനന്ദമാർക്കും, സ്നേഹം താൻ ജീവിതം ശ്രീമൻ, സ്നേഹ വ്യാഹതി തന്നെ മരണം. ഇതാണ് മൈന മനുഷ്യ ശബ്ദത്തിൽ പാടിയ പാട്ട്. അർത്ഥം കണ്ടെത്താം. ക്ഷുഭിതൻ, എന്താ ക്ഷുഭിതൻ എന്ന് പറഞ്ഞാൽ ക്ഷോഭിച്ചവൻ, അതുപോലെ ദേഷ്യമുള്ളവൻ എന്നൊക്കെ അർത്ഥം കേട്ടോ. ലാക്ക് എന്ന് പറഞ്ഞാൽ ലക്ഷ്യം. ശോഭ എന്ന് പറഞ്ഞാൽ എന്താ? നല്ല ഭംഗിയുള്ളത്, ഭംഗി എന്നർത്ഥം കേട്ടോ. അനുബന്ധം, എന്താ അനുബന്ധം എന്നുള്ളതിൻ്റെ അർത്ഥം? കൂട്ടിച്ചേർത്തത്. ജഗത്ത് എന്ന് പറഞ്ഞാൽ ലോകം. പീഡ എന്ന് പറഞ്ഞാലോ? പീഡ എന്ന് പറഞ്ഞാൽ ഉപദ്രവം. വസന്തം എന്ന് പറഞ്ഞാൽ എന്താ? പൂക്കാലം. മൃദുല എന്ന് പറഞ്ഞാലോ? എന്താണ് മൃദുലമായ എന്ന് പറഞ്ഞാൽ മാർദ്ദവമുള്ള അല്ലേ. വളരെ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ സോഫ്റ്റ് ആയ എന്ന് പറയൂലേ.